ഹുസൈന്റെ സഹോദരനും പിതാവും അവരുടെ പ്രതികരണമാണ് ഏറ്റവും ഒടുവിൽ കണ്ടത്. അവിടെ പഹൽഗാമിലെ ആ സുന്ദരമായിട്ടുള്ള ഭൂമിയിൽ കുതിരസവാരി കൊണ്ട് ഉപജീവനം നടത്തിയ ഒരു കുടുംബം, ആ കുടുംബത്തിന്റെ അത്താണിയായിട്ടുള്ള ആദിൽ ഹുസൈൻ സഹജീവികളായിട്ടുള്ള ആളുകൾ മരിച്ചു വീഴുന്നത് ചോദ്യം ചെയ്തതിനാണ്. പേരറിഞ്ഞിരുന്നെങ്കിൽ കൊല്ലില്ലായിരുന്നു, പക്ഷേ മതം ഉപയോഗിച്ച് അല്ല, അവൻ ആക്രമണം തടയാൻ ശ്രമിച്ചതിനാണ് അവനെ കൊന്നത്. അവന്റെ കൂടെ അവൻ കൊണ്ടുപോയ ആളുകളെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ അത് തടയാൻ നിന്നതിനാണ് അവനെ കൊന്നത്. ആദിൽ ഹുസൈൻ എന്ന പേര് അവർക്ക് ആഗ്രഹമുള്ള പേരല്ല, പക്ഷേ അതാണ് ഇന്ത്യ. ഒരു കൂടെയുള്ള ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവൻ പണയപ്പെടുത്തുന്ന അത്തരം മനുഷ്യരുടേത് കൂടിയാണ് കശ്മീർ. അങ്ങനെ ഒരു കശ്മീരിൽ ആക്രമണം നടത്താൻ ധൈര്യം കാണിച്ച ആ പാക് വിപരീത ബുദ്ധിയുണ്ടല്ലോ, ആ വിനാശ ബുദ്ധിയുണ്ടല്ലോ, ആ വിനാശ ബുദ്ധിക്കേറ്റ തിരിച്ചടിയാണിത്. അങ്ങനെ പറയാതെ തരമില്ല. ആ വിനാശ ബുദ്ധിക്ക് ആ തീവ്രവാദികളെ പറഞ്ഞു വിട്ടതാരാണോ അവർക്കുള്ള മറുപടിയാണിത്. അത്ര കൃത്യമായി പ്രിസിഷൻ അറ്റാക്ക് എന്ന് പറയുന്നത് കൃത്യമായ കേന്ദ്രത്തിലേക്ക് ഒരു അമ്പെയ്യുന്നത് പോലെ, കൃത്യമായ ഒരു അമ്പെയ്യുന്നത് പോലെ, അമ്പ് എവിടെയാണോ ലക്ഷ്യസ്ഥാനം അവിടേക്ക് ഉദ്ദേശിച്ചാണ് എയ്യുന്നത്. അങ്ങനെ അമ്പെയ്യുന്നത് പോലെ കൃത്യമായ ഒരാക്രമണം നടത്തിയിരിക്കുന്നത് അത് ലഷ്കർ ജെയ്ഷെ കേന്ദ്രങ്ങളിലേക്കാണ്. ഇന്ത്യൻ അതിർത്തി ഭേദിച്ച് കടന്നു വരുന്ന ഓരോ ജെയ്ഷി ഭീകരരെയും ഉണ്ടാക്കി വിടുന്ന ആ നഴ്സറിയിലേക്ക് നടത്തിയ ആക്രമണം, ആ ആക്രമണം കൃത്യമായി ലക്ഷ്യസ്ഥാനത്ത് തന്നെ എത്തി. ഇനി അറിയേണ്ടത് എന്തൊക്കെയായിരുന്നു തയ്യാറെടുപ്പുകൾ, എങ്ങനെയാണ് ഈ ആക്രമണം നടത്തിയത്? ഇത് സൈന്യം ഔദ്യോഗികമായി തന്നെ ഒരു മറുപടി നൽകും. അത് 10 മണിയോടെയാണ് ഉണ്ടാവുക. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇന്ത്യയുടെ കരുത്തറിയിക്കുന്ന മൂന്നാമത്തെ തിരിച്ചടി, ആദ്യം ഉറിയിൽ, പിന്നീട് പുൽവാമയിൽ, അതിനുശേഷം നടന്ന ഉറി സർജിക്കൽ സ്ട്രൈക്കും 2019 നടന്ന ബാലാകോട്ട് വ്യോമാക്രമണവും. ഇത് രണ്ടും മനസ്സിലുണ്ടെങ്കിൽ പാകിസ്ഥാൻ ഇങ്ങനെ ഒരു വിപരീത ബുദ്ധിക്കോ വിനാശ ബുദ്ധിക്കോ ഇറങ്ങേണ്ടതല്ല. പക്ഷേ പാകിസ്ഥാൻ ഇത് ആവശ്യമാണ്. അവിടുത്തെ പ്രശ്നങ്ങളിൽ നിന്ന്, ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന്, രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിന്ന്, സാമ്പത്തിക അസ്ഥിരതയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ അവർക്കാകെ വിൽക്കാനുള്ള ഏക കാര്യം ഇന്ത്യ വിരോധമാണ്. ഇന്ത്യ വിരോധം എന്ന ഒരൊറ്റ പൊളിറ്റിക്സിൽ ജീവിക്കുന്ന പാക് രാഷ്ട്രീയ നേതാക്കൾക്ക്, അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ആർമിക്ക്, പാകിസ്ഥാൻ സൈന്യത്തിന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് അവർ പാവപ്പെട്ട ഇന്ത്യൻ പൗരന്മാരുടെ ജീവനെടുക്കാൻ ആലോചിച്ചത്. അങ്ങനെയെങ്കിൽ അതിന് മറുപടി പറയേണ്ടി വരിക ചെറിയ രീതിയിലല്ല, വലിയ രീതിയിൽ തന്നെ മറുപടി പറയേണ്ടി വരും. ആ മറുപടിയാണ് ഇന്ന് പുലർച്ചെ 1:44 പാകിസ്ഥാനിലെ 9 കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യൻ മണ്ണിൽ നിന്നുകൊണ്ട്, ഇന്ത്യൻ ആകാശത്ത് നിന്നുകൊണ്ട് ഇന്ത്യൻ സൈന്യം നടത്തിയത്. അതിന്റെ പ്രതികരണങ്ങളാണ് നമ്മൾ കാണുന്നത്. പ്രതിപക്ഷം എല്ലാം സർവ മനസ്സാലെ ഒറ്റക്കെട്ടാണ്. ആർമിക്ക് 3 ആർമി വിഭാഗങ്ങൾക്കും അഭിവാദ്യം അർപ്പിച്ച്, അഭിനന്ദനം അറിയിച്ച് രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റ് വരുന്നു. എല്ലാവരും ഒറ്റക്കെട്ടാണ്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചില നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ ഈ സമയത്തുണ്ടായ ഒരു പ്രതികരണങ്ങളെ എങ്ങനെയാണ് കോൺഗ്രസ് നേതൃത്വം, പ്രതിപക്ഷം ഇടപെട്ട് തിരുത്തിയത്. നോക്കൂ, ഇത് തർക്കത്തിന്റെ സമയമല്ല, ഇത് ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണെന്ന് പറഞ്ഞ് ഇന്ത്യ ഒന്നിച്ചു നിന്നു. ആ ഒന്നിച്ചു നിന്ന് നമ്മളെ വിഭജിക്കാനാണ് ഈ തീവ്രവാദികൾ നോക്കിയത്, മതത്തിന്റെ പേര് പറഞ്ഞ് വിഭജിക്കാൻ. അങ്ങനെ ഒരു ആക്രമണം നടന്ന സമയത്ത് ഒറ്റക്കെട്ടായി ഇന്ത്യ നിന്നു. ഇന്ത്യയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണം ഉണ്ടാവുന്ന തർക്കങ്ങൾ അത് ഞങ്ങളുടെ തലയിൽ ഇടണ്ട എന്നാണ് പാകിസ്ഥാൻ മന്ത്രി പറയുന്നത്. പാകിസ്ഥാന്റെ ആഭ്യന്തര മന്ത്രി പറയുകയാണ്, എന്താണെങ്കിലും ജെയ്ഷെ, ലഷ്കർ ഭീകരർ ഈ 9 കേന്ദ്രങ്ങളിൽ ഇനിയും ഇന്ത്യയിലേക്ക് കടന്നു കയറാൻ വേണ്ടി തോക്കും ബോംബും ഭാണ്ഡങ്ങളിൽ കെട്ടി ജീവനോടെ ഇനിയുമുണ്ടെങ്കിൽ, നെഞ്ചിടിപ്പ് ഇനിയും അവശേഷിക്കുന്നുണ്ടെങ്കിൽ മുട്ടിടിക്കാതെ കടന്നു വരാൻ കഴിയില്ല എന്ന് ഉറപ്പിക്കാം. ഈ ഭീകര ആക്രമണത്തിന് ഇന്ത്യ നൽകിയ മറുപടിയിൽ നിസ്സംശയം. മേജർ ജനറൽ ഇന്ദ്രബാലൻ നമ്മോടൊപ്പം വേണ്ടി ചേരുന്നുണ്ട്. ആദ്യം നമ്മൾ ഫോണിൽ സംസാരിച്ചു ശ്രീ ഇന്ദ്രബാലൻ, പക്ഷേ അതിനുമപ്പുറത്തേക്ക് നേരിട്ട് കണ്ട് സംസാരിക്കുന്നതിനുള്ള ഒരു സന്തോഷം. ഒരുപക്ഷെ നമ്മൾ ഏപ്രിൽ 22 അതൊരു തീയാണെങ്കിൽ ആ തീയുടെ മുകളിൽ നേരിയൊരു കുളിരാവുന്നു മെയ് 7. അറ്റ്ലീസ്റ്റ് ആ കുടുംബങ്ങൾക്ക് ഇന്ന് അവരുടെ പ്രതികരണങ്ങൾക്ക് ഈ രാജ്യത്തിലുള്ള ഞങ്ങളുടെ വിശ്വാസം ഊട്ടിയുറപ്പിക്കപ്പെടുന്നു, ഞങ്ങൾക്ക് തന്ന വാക്ക് പ്രധാനമന്ത്രി പാലിച്ചിരിക്കുന്നു എന്ന് അവരിൽ ഓരോരുത്തരും പറയുമ്പോൾ അതാണ് ഈ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ പൗരനും കിട്ടേണ്ട വിശ്വാസം. എന്റെ ജീവൻ, എന്റെ സംരക്ഷണം ഈ രാജ്യം ഏറ്റെടുത്തിരിക്കുന്നു. അത് ഒരു ഭാരതീയൻ എന്ന നിലയ്ക്ക് എത്രത്തോളം ആത്മവിശ്വാസം തരുന്നതാണ്? As a former military officer, India's action, every single citizen should be proud of this action, of the brave action, of the intelligent action that India has taken.
അതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഭാവൽപൂരിന്റെ അറ്റാക്ക്. POK അറ്റാക്ക് ചെയ്യുന്നത് മുസഫർപൂർ ആൻഡ് കോട്ട്ലി, ഇത് രണ്ടും POK ലാണ്. Muzaffarpur is the headquarter of Pakistan occupied Kashmir. ഈ രണ്ട് അറ്റാക്ക് വാസ് കൈൻഡ് ഓഫ് ഓൺ എക്സ്പെക്ടഡ് ലൈൻസ് ബിക്കോസ് POK നമ്മൾ എന്തെങ്കിലും ആക്ഷൻ ചെയ്യും, ഡെഫിനറ്റ്ലി ദർ വിൽ ബി സം സ്ട്രൈക്ക് ഓൺ POK. അതൊരു എക്സ്പെക്ടഡ് ആയിരുന്നു എന്ന് പറയാൻ പറ്റും. പക്ഷെ ഭാവൽപൂർ വിച്ച് ഇസ് ഇൻ പഞ്ചാബ്, വിച്ച് ഇസ് ഇൻ മെയിൻ ലാൻഡ് ഓഫ് പാകിസ്ഥാൻ, അവിടെ അറ്റാക്ക് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ടേക്കൻ സർപ്രൈസ്, പാകിസ്ഥാനും ടേക്കൻ ബൈ സർപ്രൈസ്. ഭാവൽപൂരിലെ ജയ്ഷെ മുഹമ്മദ്, അതിന്റെ അവരുടെ ഹെഡ്ക്വാർട്ടർ ഉണ്ട്, അവരുടെ ട്രെയിനിങ് ക്യാമ്പ്സ് ഉണ്ട്. ഈ ജയ്ഷെ മുഹമ്മദ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ദി അറ്റാക്ക് ഓൺ പുൽവാമ, ഫോർ ദി അറ്റാക്ക് ഓൺ പഠാൻകോട്ട് എയർബേസ്, ഫോർ ദി അറ്റാക്ക് ഓൺ പാർലമെന്റ്. ഇത് ത്രീ മേജർ അറ്റാക്ക് ജയ്ഷെ മുഹമ്മദ് ആണ് ചെയ്തിരിക്കുന്നത്. അതാണ് അവരുടെ ഹെഡ്ക്വാർട്ടറിൽ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് എ പ്രൗഡ് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ, ഇറ്റ്സ് എ ബോൾഡ് ഇനിഷ്യേറ്റീവ്, ഇറ്റ്സ് സംതിങ് ദാറ്റ് ഇസ് ഷോക്ക് പാകിസ്ഥാൻ. അവർക്ക് എങ്ങനെ റിയാക്ഷൻ ചെയ്യേണ്ടത് അറിയില്ല, ദേ ആർ ലോസ്റ്റ് വാട്ട് ടു ഡു. ആൻഡ് ഈ ആക്ഷൻ ചെയ്തിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് ഹാസ് ഷോൺ ഇറ്റ്സ് വിൽ ആൻഡ് ഇറ്റ്സ് കേപ്പബിലിറ്റി ആൻഡ് ഇറ്റ്സ് കപ്പാസിറ്റി ടു സ്ട്രൈക്ക് വിത്തൗട്ട് എസ്കലേഷൻ. ഇന്ത്യക്ക് സ്ട്രൈക്ക് ചെയ്തിട്ട് ഇതിനെ എസ്കലേറ്റ് ചെയ്യായിരുന്നു. വി കുഡ് ഹാവ് ഗോൺ ഫോർ എ ഫുൾ ഫ്ലെഡ്ജഡ് വാർ. വി കുഡ് ഹാവ് ടേക്കൻ പാകിസ്ഥാൻ ടു ടാസ്ക് ഇൻ എ ബിഗ് വേ, ഫോർ വിച്ച് അതിന് എന്തായാലും നമ്മൾ റെഡിയാണ് ഇൻ കേസ് പാകിസ്ഥാൻ റീറ്റാലിയേറ്റ്. ബട്ട് ഈ മൂന്ന് അറ്റാക്ക്, മേജർ അറ്റാക്ക് ചെയ്തിട്ട് 9 places, in 3 main centers of terrorism, which includes the Center for Lashkar-e-Taiba, Jaish-e-Mohammed and Hizbul Mujahideen. The 3 major terror outfits, all 3 terror outfits are banned by international community. Adinana nammal attack cheyirukkunnu, the heart of terrorism in Pakistan. So this attack demonstrates India's will to fight terrorism inside Pakistan is required. So far nammal ee fight against terrorism has been limited within Indian soil. First time we have taken this fight into Pakistani soil, into Pakistani mainland, not just POK. Adana dinte etavum most important deduction that India had a will to cross its threshold. If India's threshold is crossed, we are capable of doing beyond what Pakistan can think. Adana Bahawalpur attack inde oru veliya message poundi. റൈറ്റ്, അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് താങ്കൾ സൂചിപ്പിച്ച. ഒപ്പം തന്നെ ശ്രീ ഇന്ദ്രപാൽ, നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കിയിരുന്നു ഇന്ത്യ എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. ഐക്യരാഷ്ട്രസഭയിൽ വളരെ കർശനമായിട്ടുള്ള നിലപാടെടുക്കുന്നു, തെമ്മാടി രാജ്യം എന്നുള്ള പരാമർശം നടത്തുന്നു, ഏറ്റവും രൂക്ഷമായിട്ടുള്ള പരാമർശങ്ങൾ വരെ നടത്തി ഇന്ത്യ. പക്ഷെ അതിനുമപ്പുറത്തേക്ക് നമ്മൾ കരുതി വെച്ചിരുന്നത് ഇത്രമാത്രം സപ്പോർട്ട് ലോകരാജ്യങ്ങൾക്കിടയിൽ നേടിയെടുത്ത ശേഷം മതി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കുമോ ഇന്ത്യ ഈ 15 ദിവസത്തെ ഈ ഇടവേളയിൽ സൂക്ഷിച്ചത്? യെസ്, അതിന്റെ രണ്ട് ഇമ്പാക്ട് ഉണ്ട്. ഒന്ന്, വി ആർ ടേക്കിംഗ് ഇൻ ടു കോൺഫിഡൻസ് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി. നമുക്ക് വി ആർ എ പീസ്ഫുൾ നേഷൻ, വി ലിവ് ഇൻ ദ വേൾഡ് ഓർഡർ, ഇൻ ദി റൂൾ ബേസ്ഡ് വേൾഡ് ഓർഡറിൽ ജീവിക്കുന്ന ഒരു നമ്മുടെ നേഷനാണ്. വി റെസ്പെക്ട് ഇന്റർനാഷണൽ ലോസ്. പക്ഷേ പാകിസ്ഥാൻ അതിനെ ബ്രേക്ക് ചെയ്തിട്ട് കോൺസ്റ്റന്റ്ലി ദേ ആർ ട്രൈങ് ടു പ്ലേ വിത്ത് ഇന്ത്യാസ് പേഷ്യൻസ്. അപ്പോൾ അതിനെ വെച്ച് നോക്കുമ്പോൾ ദീസ് 14 days വാട്ട് വി ഹവ് യൂസ്ഡ് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയെ നമ്മുടെ സൈഡിൽ എടുക്കാനായിട്ട്, അതിനാണ് പ്രൈം മിനിസ്റ്റർ അടക്കം ഫോറിൻ മിനിസ്റ്റർ, ഇന്ത്യയുടെ മിലിറ്ററി ചീഫ്സ് എല്ലാം ഓരോ സ്ഥലത്ത് വിസിറ്റ് ചെയ്തിട്ട് വി ഹവ് ടേക്കൻ ദം ഇൻ ടു കോൺഫിഡൻസ്. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന അതിനെ അറിയിക്കാതെ, ബട്ട് വി ഹവ് ടേക്കൻ ദം ഇൻ ടു കോൺഫിഡൻസ്. കാരണം നമുക്ക് റീറ്റാലിയേറ്റ് ചെയ്യാനായിട്ട് ഒരു റൈറ്റ് ഉണ്ട്, ഒരു മോറൽ റൈറ്റ് ഉണ്ട്, ഒരു ലെജിറ്റിമസി ഉണ്ട്. അത് കാണിക്കാനായിട്ട് വി ഹവ് ഗോൺ ആൻഡ് ടേക്കൻ ദി സപ്പോർട്ട്, ടേക്കൻ ദി കൺകറൻസ്, ടേക്കൻ ദം ഇൻ ടു കോൺഫിഡൻസ്. അത് ചെയ്തിട്ട് ആണ് നമ്മൾ ഈ അറ്റാക്ക് ചെയ്തിരിക്കണം. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു വെയിറ്റ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ഈ 14 days പാകിസ്ഥാന്റെ അകത്ത് എന്താ നടന്നിരിക്കണത്, ദേ ഹാവ് ബീൻ അണ്ടർ ട്രെമൻഡസ് പ്രഷർ. ഒരു എന്താ അവർക്ക് വരാൻ പോകുന്നത്, എവിടെയാ വരാൻ പോകുന്നത്, അങ്ങനെ ഒരു സ്ഥിതിയിൽ ജീവിക്കുമ്പോൾ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് അവരായിട്ട് പേടിച്ചിട്ട് ഇരിക്കുകയാണ്. എവിടെയായിട്ട് സ്ട്രൈക്ക് വരാൻ പോകുന്നത് അവർക്ക് അറിയില്ല. പാകിസ്ഥാൻ ആർമി അവരെങ്ങനെ റിയാക്ട് ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയില്ല. പാകിസ്ഥാൻ ഗവൺമെന്റിന് എങ്ങനെയാ റിയാക്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇന്ത്യ അവിടെ അടിക്കും, അത് പറയാൻ പറ്റില്ല. ഇതിന്റെ രണ്ട് ഇമ്പാക്ട് ആയിട്ടുണ്ട്. വൺ, ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട്, കോൺഫിഡൻസ്. സെക്കൻഡ്, പാകിസ്ഥാനുടെ ഒരു വെറുപ്പ്, ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, സൈക്കോളജിക്കൽ പാരലിസിസ് ചെയ്തു നമ്മൾ പാകിസ്ഥാൻ ആർമിയും പാകിസ്ഥാൻ ഗവൺമെന്റിനെയും പാകിസ്ഥാന്റെ ടെറർ ഔട്ട്ഫിറ്റ്.
ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ പാകിസ്ഥാനിൽ എന്ത് അസ്ഥിരത വരുമ്പോഴും അവരുടെ ഒരു ആകെ അവർക്ക് സെൽ ചെയ്യാനുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യ വിരുദ്ധതയാണ്. ഇന്ത്യയിലേക്ക് ഒരു ആക്രമണം നടത്തി അല്ലെങ്കിൽ ഇത്തരം ഒരു കൊവേർഡ്ലി അറ്റാക്ക് നടത്തി അവിടെ നിന്നൊരു ജനപിന്തുണയൊക്കെ കിട്ടുക, ആ സമയത്ത് ശ്രദ്ധ അല്പം കേന്ദ്രീകരിക്കുക, അങ്ങനെയാണ്. പക്ഷേ ഇത്തവണ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഒറ്റക്കെട്ടായി ഇന്ത്യക്ക് പിറകിൽ നിരക്കുക. ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായി വേണ്ടിയിരുന്നത് ഇതിനു പിന്നിൽ പാകിസ്ഥാനാണ് എന്ന് ലോകത്തിന് മുന്നിൽ പറയാൻ തക്ക തെളിവുകൾ ഇന്ത്യക്ക് വേണമായിരുന്നു. ആ ഒരു 15 ദിവസത്തെ കാത്തിരിപ്പിനിടയിൽ അത്തരം പ്രധാനപ്പെട്ട തെളിവുകൾ ഈ പറയുന്ന ഐക്യരാഷ്ട്രസഭയടക്കം ഇന്ത്യയോട് സംയമനം പാലിക്കണം എന്നൊക്കെ പറയുമ്പോൾ പോലും ഇതിന്റെ പിന്നിൽ പാകിസ്ഥാനാണെന്ന് തെളിയിക്കാനുള്ള കൃത്യമായ തെളിവുകൾ ഇന്ത്യ ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുമോ? യെസ്, ഡെഫിനറ്റ്ലി അത് ചെയ്തിട്ടുണ്ടാവും. കാരണം ഇന്ത്യയുടെ വി ഹാവ് ലോട്ട് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് for doing intelligence research and intelligence targeting. കാരണം ഇന്ത്യയുടെ സാറ്റലൈറ്റ് നെറ്റ്വർക്ക് is much stronger than Pakistan. Pakistan has possibly not even single satellite presently on the Earth orbit. India has more than 13-14 satellites of different nature, plus communication satellites and geospatial satellites എല്ലാം ഉണ്ട് ഇന്ത്യക്ക്. അതല്ലാതെ we have support of USA and USSR in doing geospatial surveillance of Pakistan area, plus we have our own RAW, we have our intelligence. ഇതെല്ലാം അടക്കം we would have prepared a report, we would have നമ്മുടെ ഒരു 100 ഒരു റിപ്പോർട്ടിനെ ശരിയാക്കിയിട്ട് ഐഡന്റിഫൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അതാണ് വി ആർ സോ കോൺഫിഡന്റ്. അല്ലെങ്കിൽ ബാവൽപൂർ പറഞ്ഞിട്ട് പാകിസ്ഥാൻ മെയിൻലാൻഡ് അറ്റാക്ക് ചെയ്യാനായിട്ട് വിൽ നോട്ട് ഹാവ് ദാറ്റ് കോൺഫിഡൻസ്. ടിൽ സച്ച് ടൈം നമ്മുടെ കയ്യിൽ ആ റിപ്പോർട്ട് ഉണ്ട്, that intelligence item we can convince the world community that Bawalpur Pakistan mainland our terrorist Jaish-e-Mohammed terrorist camp ഉണ്ട്. ആ ഒരു എവിഡൻസ് കയ്യിൽ ഉണ്ടായാലേ we can do this attack directly on that area. ആ എവിഡൻസ് ഉള്ള കാരണമാണ് ഇന്ത്യക്ക് കോൺഫിഡൻസ് കിട്ടിയത് to do an attack on the mainland Pakistan. ശ്രീ ഇന്ദ്രപാലൻ, താങ്കൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഇന്ത്യയുടെ ഒരു 10 മണിക്ക് ഒരു ഒഫീഷ്യൽ പ്രസ് മീറ്റോ അല്ലെങ്കിൽ ഒരു വിശദീകരണം ബ്രീഫിംഗ് ഉണ്ടാവും അല്ലെ? ആ ബ്രീഫിംഗിൽ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? എങ്ങനെ ഇത് എന്തായിരിക്കും അതിന്റെ ഒരു രീതി? എന്താണ് ഒരു ടെക്നിക്കാലിറ്റി ശ്രീന്ദ്രപാലൻ? ആ ബ്രീഫിംഗിൽ ഫസ്റ്റ്ലി അവര് ഒഫീഷ്യലായിട്ട് ദേ വിൽ ഡിക്ലെയർ എവിടേക്കാണ് നമ്മൾ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്, വിച്ച് ആർ ദി പൊസിഷൻ ദാറ്റ് ഹാവ് ബീൻ അറ്റാക്ക്, എങ്ങനത്തെ ഡാമേജ് ആണെന്ന്, വാട്ട് കൈൻഡ് ഓഫ് ഡാമേജ് ഹാസ് ബീൻ ഇൻഫ്ലിക്റ്റഡ് ഓൺ ദോസ് ടാർഗറ്റ്സ്. ആ ടാർഗറ്റ്സിന് വാട്ട് ഈസ് അവർ ബാക്ക്ഗ്രൗണ്ട് ഫോർ ദാറ്റ്, എന്തിനാണ് അവിടെ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്, വാട്ട് കൈൻഡ് ഓഫ് എവിഡൻസ് വി ഹാവ്, ഇതായിരിക്കും ബ്രീഫിംഗ് പ്രൈമറിലി. ആൻഡ് പ്ലസ് ഇഫ് പാകിസ്ഥാൻ റെസ്പോൺസ് റീറ്റാലിയേറ്റ്സ്, ഇന്ത്യയുടെ പ്രിപ്പറേഷൻ ലെവൽ എന്തായിരിക്കും, ഏത് തരം നമുക്ക് പ്രിപ്പയർഡ് ആണ് ബോത്ത് ടു പ്രൊട്ടക്ട് അവർ സിറ്റിസൺസ്, ദാറ്റ് ഈസ് പ്രൈമറി തിങ്. കാരണം പാകിസ്ഥാൻ ഒരു റോഗ് നേഷൻ ആണ്, അവർ എങ്ങനെ റിയാക്ട് ചെയ്യാൻ പറയാൻ പറ്റില്ല. ദേ കൻ യൂസ് റോഗ് മിസൈൽസ്, ദേ കൻ യൂസ് അൺനോൺ ഏരിയാസ്, ദേ കൻ യൂസ് അൺനോൺ മിസൈൽസ്, they can use Chinese made missiles with no mark. എങ്ങനെ വേണം അവർക്ക് ചെയ്യാൻ പറ്റും. they can go to any extent. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ സിറ്റിസൻസിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് മെഷേഴ്സ് നമ്മൾ എടുക്കാൻ പോകുന്നത്, that will be part of the briefing. And പാകിസ്ഥാൻ റീറ്റാലിയേറ്റ് ചെയ്തിട്ട് if they hit any major Indian installation, then what can be India's reaction, അതിന്റെ ഒരു ഐഡിയ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. These are the things I am expecting that will happen. Right.